ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കൂട്ടം റോസാ ചെടികളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഗാർഡനിൽ ഇത്രയും ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന, ഇത്രയും വെറൈറ്റീസ് ആയിട്ട് വരുന്ന നല്ല റോസാ ചെടികളുടെ കളക്ഷൻസാണ് കേട്ടോ. അപ്പോൾ നമ്മളത് സെയിൽ വീഡിയോ ആണ്. ഇത് ബഡ് ചെയ്ത റോസ് ഉണ്ട്, ബഡ് ചെയ്യാത്ത റോസുകളുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഓർക്കിഡ് റോസ് കാണിക്കുന്നുണ്ട്, അത് ബഡ് ചെയ്യാത്ത റോസാണ് കേട്ടോ. അപ്പോൾ 200 രൂപ മുതൽ അങ്ങോട്ട് മേലേക്കാണ് കേട്ടോ നമ്മുടെ ഈ കാണുന്ന ഇത്രയും വലിയ റോസാ ചെടികളുടെ വില വരുന്നത്. ഇത്രയും ബുഷിയായിട്ട് ഇതേപോലെ നിറയെ പൂക്കളോട് കൂടി നിൽക്കുന്ന ചെടികളാണ്. മഴക്കാലം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരുപാട് ചെടികൾ വെച്ച് പിടിപ്പിക്കാനുള്ള തിരക്കിലാണ് പലരും. അപ്പോൾ അത്തരക്കാർക്കെല്ലാം വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് റോസാ ചെടികൾ 1-2 എണ്ണമെങ്കിലൊക്കെ വാങ്ങിച്ച് വെക്കാൻ താല്പര്യമുള്ളവരുണ്ട്. അപ്പോൾ റോസാ ചെടികളുടെ കെയറിങ്ങും കാര്യങ്ങളും ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവരുണ്ട് കേട്ടോ. മറ്റ് ചെടികളെപ്പോലെ അത്ര എളുപ്പമല്ല നമ്മുടെ റോസാ ചെടി ഇതേപോലെ ഇത്രയും മനോഹരമാക്കി നിർത്താനായിട്ട്. നമ്മളുടെ വീട്ടിലെ ചെറിയ കുഞ്ഞുങ്ങളെ എങ്ങനെ നോക്കുന്നോ അതേ രീതിയിൽ വേണം കേട്ടോ നമ്മൾ ഈ റോസാ ചെടികളെ നോക്കിക്കൊണ്ട് നടക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ അണുബാധയും കീടശല്യവും ഫംഗൽ രോഗങ്ങളെല്ലാം ബാധിച്ചു വരുന്ന ചെടികളാണ് നമ്മുടെ റോസാ ചെടി എന്ന് പറയുന്നത്. റോസാ ചെടിയിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഒരുപാട് കളക്ഷൻസായിട്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതിനകത്ത് കിട്ടാത്ത റോസാ ചെടികളുടെ വെറൈറ്റീസ് അന്വേഷിച്ച് പോകുന്നവരുണ്ട്. അപ്പോൾ അത്തരക്കാർക്കെല്ലാം നമ്മുടെ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകും എന്ന് തന്നെയാണ് കേട്ടോ കരുതുന്നത്. ഇത് നമ്മൾ പുതിയ ചെടികൾ എടുത്തിട്ട് നമ്മുടെ വലിയ ചട്ടികളിൽ വെച്ച് പ്രൂൺ ചെയ്ത് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ ചെടികൾക്ക് കൊടുത്തിട്ടാണ് ഇതേപോലെ നിൽക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കാണുന്ന ചെടികൾ തന്നെയായിരിക്കും കേട്ടോ നമ്മൾ അയച്ചു തരുന്നത്. റോസാ ചെടികളെ കുറിച്ചിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. മഴക്കാല സംരക്ഷണവും വേനൽക്കാല സംരക്ഷണവും നമ്മുടെ ചെടിയെ എങ്ങനെ ഹെൽത്തി ആക്കിയെടുക്കാം, പുഴുശല്യങ്ങളെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടുതലായിട്ടും നമ്മളിവിടെ ചർച്ച ചെയ്യുന്നില്ല. ഇത് നമ്മുടെ സെയിൽ വീഡിയോ മാത്രമാണ് കേട്ടോ. മഴക്കാലം തുടങ്ങുന്ന ഒരു സമയത്ത് നമ്മുടെ ഈ ചെടി ഒന്ന് ഡീപ്പായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു 1-2 മാസങ്ങൾക്കുള്ളിൽ അത്യാവശ്യം നല്ല രീതിയിൽ വരികയും നിറയെ ബ്രാഞ്ചസോട് കൂടി വന്ന് നിറയെ പൂക്കളുണ്ടാവുകയും ചെയ്യും. പിന്നെ നമ്മുടെ പുതിയ ബ്രാഞ്ചസ് വരുമ്പോൾ അതിൻ്റെ തലഭാഗമൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നുള്ളിയിട്ട് കൊടുക്കണം കേട്ടോ. എന്നാൽ മാത്രമാണ് പുതിയ ബ്രാഞ്ചസ് ആ ഒരു ഭാഗത്തു നിന്ന് വരികയുള്ളൂ. അതുപോലെ പൂക്കൾ കഴിഞ്ഞു പോയാലും ഒരുപാട് ഉണങ്ങി വരാതെ ഒരു പകുതി രൂപത്തിലേക്ക് നമ്മുടെ പൂക്കൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് നമ്മൾ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. പിന്നെ അവിടെ നിന്ന് പുതിയ ശാഖകൾ വന്നിട്ട് അവിടെയും പുതിയ തളിർപ്പുകളും പൂക്കളൊക്കെ ആയിട്ട് മാറും. അതുപോലെ എല്ലാ ചെടികളെപ്പോലെ നമ്മൾ 2 ആഴ്ച കൂടുമ്പോൾ നമ്മുടെ റോസാ ചെടികൾക്ക് കുറച്ച് സാഫൊക്കെ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും ചുവട്ടിലൊഴിച്ചു കൊടുക്കുന്നതും കീടബാധകളില്ലാതെ ഇരിക്കാനായിട്ട് ഉപകാരപ്രദമാകണം. നമ്മുടെ റോസാ ചെടിയിലേക്ക് ഫംഗിസൈഡുകൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് ചെടിയുടെ എല്ലാ ഭാഗത്തേക്കും എത്തണം കേട്ടോ. ചെടിയുടെ ഓരോ ഇലയും മറച്ച് പിടിച്ചിട്ടും അതിൻ്റെ അടിഭാഗത്തെല്ലാം നല്ല രീതിയിൽ എത്താൻ പാകത്തിന് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതുപോലെ ഉണങ്ങിക്കരിഞ്ഞ് നിൽക്കുന്ന പൂമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ, വിടരാൻ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന പൂമുട്ടുകളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി ആ ഒരു ഭാഗങ്ങളിലെല്ലാം നല്ല രീതിയിൽ ഫംഗിസൈഡ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അതുപോലെ ചെടികൾ വാങ്ങിച്ചു വെച്ചിട്ട് മഴയാണ് നമുക്ക് നോക്കാൻ പറ്റുന്നില്ല എന്നൊന്നും പറഞ്ഞിട്ട് മാറ്റി വയ്ക്കരുത്. നമ്മൾ ആഴ്ചയിൽ ഒരു തവണ ചെടിയുടെ ചുവട് ഇളക്കിയിട്ട് നല്ല രീതിയിൽ ജൈവവളങ്ങൾ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇപ്പോൾ നല്ല രീതിയിൽ മഴ കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് രാസവളങ്ങളും കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ മഴ വരുമ്പോൾ ചെടിയുടെ ചുവടൊക്കെ നനയുകയും ആ വളം നമ്മുടെ ചെടിയുടെ മണ്ണുമായിട്ട് പെട്ടെന്ന് അരിഞ്ഞു ചേരുകയും വേര് വഴി നമ്മുടെ ചെടികളുടെ എല്ലാ ഭാഗങ്ങളിലേക്കും അത് എത്തിപ്പെടുകയും ചെയ്യും. നമ്മളെപ്പോഴും ഏത് ചെടിയോ ആയിക്കോട്ടെ, ഒരു ചെറിയ തയ്യോ വലിയ തയ്യോ ഒക്കെ വാങ്ങിച്ചു വയ്ക്കുമ്പോഴും നമ്മൾ അതിനെ ഹെൽത്തി ആക്കി എടുക്കാൻ നോക്കണം. ഒരു ചെടിയെ ഹെൽത്തിയായി എടുത്തതിന് ശേഷം മാത്രമേ അതിനകത്തേക്ക് പൂക്കളുണ്ടാകാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാവൂ കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. കുഞ്ഞു ചെടിയിൽ തന്നെ പൂക്കളുണ്ടായി വരുമ്പോൾ അത് പിന്നീട് ആ ചെടിയിൽ ഒരുപാട് കാലം പൂക്കളുണ്ടായി വരുന്നതിനൊക്കെ ഒന്ന് തടയാനൊക്കെ ആയിട്ട് കാരണമാകും. അപ്പോൾ അത്തരം കാര്യങ്ങളില്ലാതെ നമ്മുടെ ചെടിയെ ഹെൽത്തി ആക്കി നിർത്തിയതിന് ശേഷം മാത്രം പൂക്കളുണ്ടാകാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. പിന്നെ എല്ലാവരും ചോദിക്കും, ഇതേപോലെയൊക്കെ എങ്ങനെയാണ് കുല കുത്തി പൂക്കളുണ്ടായി നിൽക്കുന്നതെന്ന്.
ഇതിനെല്ലാം നമുക്കൊരൊറ്റ പേരേ പറയാനുള്ളൂ, എക്സോഡസ് കേട്ടോ. നമുക്ക് ആമസോണിൽ വാങ്ങിക്കാനായിട്ട് കഴിയും. അപ്പോൾ എക്സോഡസ് നമുക്ക് നല്ല റിസൾട്ട് എന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ടാണ്. ചെടിയുടെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തെടുത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവാനായിട്ട് എല്ലാ ചെടികളെയും സഹായിക്കും. എന്നിരുന്നാലും അത് റോസാ ചെടിയെ കുറച്ചുകൂടി നല്ല രീതിയിൽ സഹായിക്കും കേട്ടോ. നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ചെടികൾ തന്നെയായിരിക്കും കേട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതിനകത്ത് ഏത് ചെടികളാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അതൊന്ന് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് ഇട്ട് തന്നാൽ മതി കേട്ടോ വാട്സപ്പിനകത്ത്. പിന്നെ കഴിവതും ഫോൺ വിളിക്കാതെ ഇരിക്കുക. നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ. നമ്മുടെ വീഡിയോ അവസാനിച്ചിട്ടില്ല, കുറച്ചുകൂടി നല്ല രീതിയിൽ കളക്ഷൻസ് കാണാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് ആവശ്യമുള്ള ചെടികൾ നമ്മൾ വാട്സപ്പ് വഴി ഓർഡർ എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചെറിയ ചെറിയ വിശേഷം. മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.